ഇതുപോലെയുള്ള ഒരു കിടിലൻ രസം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു കപ്പ് മല്ലി ഒരു സോസ് പാനിൽ വെച്ച് ഇതുപോലെ തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് ജീരകവും കുരുമുളകും ചതച്ച് ഇടുക. അതിനുശേഷം അത് തിളക്കാൻ വെക്കുക. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ആണ് അതിന് മാറ്റി വെക്കുക. അതിനുശേഷം ഇതുപോലെ തക്കാളി ചീളുകളായി പൊളിച്ച് ഒരു സോസ് പാനിൽ തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് 2 കഷ്ണം കുടപ്പൊടിയോ അല്ലെങ്കിൽ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ചാണകപ്പൊടിയോ പിഴിഞ്ഞ് അതിനകത്ത് ഇടുക. നല്ല കുടപ്പൊടി ആയിരിക്കണം, കട്ടുണ്ടാവാൻ പാടില്ല. എന്നിട്ട് അത് തിളപ്പിക്കാൻ ഇതുപോലെ വെക്കുക. എന്നിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ തൊണ്ട് നമുക്ക് ഉരിച്ച് കളയാൻ പറ്റും. എന്നിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞ് ജ്യൂസ് പോലെ ആക്കി വെക്കുക. അതിന് ശേഷം ഒരു പാത്രം ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് അതിൻ്റെ അകത്തുണ്ടായ കുടപ്പൊടി എടുത്ത് വെക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ ആ ജ്യൂസ് നമ്മൾ തക്കാളിയുടെ ജ്യൂസ് എടുത്ത് വെച്ചേക്കുന്നത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കുക. കുറച്ച് കാശ്മീരി മുളക് മതി, പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് തന്നെ മതി. എന്നിട്ട് തിളപ്പിക്കാൻ വെക്കുക. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇത് മല്ലിയുടെ വെള്ളം ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കായം പൊടിയോ കായമോ ഇതുപോലെ അല്പം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ ചതച്ച് വെക്കുക. ഒരു 10-12 വെളുത്തുള്ളിയൊക്കെ എടുക്കുക. ഒരു കഷ്ണം ഇഞ്ചിയും എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ മൊരിയിച്ചെടുക്കുക. ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ അത് എടുത്ത് നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും ഇതിൽ നിന്ന്. അധികം മൊരിയണ്ട, ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ അത് മാറ്റിയെടുക്കുക ഇതുപോലെ. എന്നിട്ട് അത് നമ്മുടെ ഈ തിളച്ച് കൊണ്ടിരിക്കുന്ന രസത്തിലേക്ക് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ നല്ലൊരു സ്മെല്ലും ഇതൊക്കെ കിട്ടുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ പുളി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കുടപ്പുളി എടുത്ത് അതിൽ നിന്ന് മാറ്റുക. പിന്നെ താളിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് കടുക്, ഉലുവ, കുറച്ച് ജീരകം, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ തയ്യാറാക്കുക. അതിനുശേഷം അത് ഇതുപോലെ താളിച്ച് ഇടുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ അതിന് കിട്ടും.